മാനസിക സംഘർഷം, മാനസിക അവസ്ഥയിലൂടെ, മാനസിക വ്യഥയിലൂടെ കടന്നു പോകുന്നവർക്ക് ഈ വചനം വലിയ ആശ്വാസമാണ്. ഈ ജെറമിയ 17:14b, കർത്താവേ എന്നെ രക്ഷിക്കണമേ, അപ്പോൾ ഞാൻ രക്ഷ പ്രാപിക്കും. എന്നെ രക്ഷിക്കണമേ. എന്തിൽ നിന്ന് എന്നെ രക്ഷിക്കണം? അടിമത്തങ്ങളിൽ നിന്ന് എന്നെ രക്ഷിക്കണം. അടിമത്തം എന്ന് പറയുമ്പോൾ ആൽക്കഹോൾ ആയിരിക്കാം, ഡ്രഗ്സ് ആയിരിക്കാം, സ്ക്രീൻ അഡിക്ഷൻ, നമ്മുടെ സമയം മുഴുവൻ സ്ക്രീനിന് മുമ്പിലേക്ക്, നമ്മുടെ ഭക്ഷണം ഉപേക്ഷിക്കുന്നു, ജോലി ഉത്തരവാദിത്തങ്ങൾ ഉപേക്ഷിക്കുന്നു, ഒരു നോട്ടിഫിക്കേഷൻ കേൾക്കുമ്പോൾ തന്നെ പെട്ടെന്ന് സ്ക്രീൻ എടുക്കുന്നു, നമ്മുടെ ഗാഡ്ജറ്റ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ക്രോൾ ചെയ്ത് സമയം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, നമ്മൾ അറിയുന്നില്ല. ഇത് വലിയൊരു അഡിക്ഷനാണ്, അടിമത്തമാണ്. ഇങ്ങനെയുള്ള അടിമത്തങ്ങളിൽ നിന്നൊക്കെ മോചനം നേടുവാനായിട്ട് ഈ വചനം നമ്മെ രക്ഷിക്കുക. നമ്മൾ പ്രാർത്ഥിക്കണം, ദൈവമേ എന്നെയും എൻ്റെ പ്രിയപ്പെട്ടവരെയും, പ്രത്യേകിച്ച് എന്നെ കേൾക്കുന്ന വ്യക്തികൾ, നിങ്ങളുടെ ഇടയിലോ നിങ്ങളുടെ കുടുംബത്തിലോ സഹപാഠികളുടെ ഇടയിലൊക്കെ ആരെങ്കിലുമൊക്കെ അടിമത്തമുണ്ടെങ്കിൽ നിങ്ങൾ ഈ വചനം വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ, കർത്താവേ എന്നെ രക്ഷിക്കണമേ, അല്ലെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട ഈ വ്യക്തിയെ രക്ഷിക്കണമേ, അപ്പോൾ അവൻ അവൾ സുഖമാക്കപ്പെടും എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ വലിയ അത്ഭുതങ്ങൾ അവിടെ സംഭവിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ചെയ്തത്. അതുകൊണ്ട് ഈ വചനമെന്ന് പറയുന്നത് ശാരീരിക സൗഖ്യം നൽകുന്നു, അതോടൊപ്പം തന്നെ മാനസികമായ ഒരു വിടുതൽ, അടിമത്തങ്ങളിൽ നിന്നുള്ള ഒരു വിടുതൽ നമുക്ക് നൽകി അനുഗ്രഹിക്കുന്നതാണ് ദൈവത്തിൻ്റെ വചനം. രണ്ടാമത്തെ തലം എന്ന് പറയുന്നത്, വചനം പ്രായോഗികമായ ജീവിത നിർദ്ദേശങ്ങൾ നമ്മൾക്ക് നൽകുന്നു. ചിലരൊക്കെ ആത്മീയ ഗുരുഭൂതരുടെ, ആചാര്യന്മാരുടെ അടുക്കലൊക്കെ എത്തി ഉപദേശങ്ങൾ സ്വീകരിക്കാറുണ്ട്, നല്ലത് തന്നെയാണ്. ചിലരൊക്കെ അവരെ അവരുടെ അടിമകളായിട്ട് വെക്കുന്നതും നമുക്കറിയാലോ. എന്നാൽ ഏറ്റവും നല്ലത് വചനത്തിലൂടെ പോവുകയാണ്. ആ വചനമാണ് എങ്ങനെയാണ് ജീവിക്കേണ്ടത്, ജീവിതത്തിൽ വേദനകളും തകർച്ചകളും ഒക്കെ ഉണ്ടാകുമ്പം എങ്ങനെയാണ് മുമ്പോട്ട് പോകേണ്ടതെന്നതിനെക്കുറിച്ചുള്ള പ്രായോഗികമായ ഒരു സന്ദേശമാണ് നമ്മൾക്ക് നൽകുന്നത്. വിശുദ്ധ പൗലോസ് ശ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 12-ാം അധ്യായത്തിലെ 2-ാമത്തെ വചനം, ഈ ലോകത്തിന് നിങ്ങൾ അനുരൂപപ്പെടരുത്, മറിച്ച് മനസ്സിൻ്റെ നവീകരണം വഴി ദൈവത്തിങ്കിലേക്ക് വരിക എന്നുള്ളത്. പ്രിയപ്പെട്ടവരെ, മനസ്സിൻ്റെ നവീകരണം വഴി നമ്മുടെ ചിന്തകളേക്ക് മാറ്റി ദൈവത്തിങ്കിലേക്ക് വരണം. നമ്മുടെയൊക്കെ ചിന്തകളെ മാറ്റിയാൽ നമ്മുടെ വികാരങ്ങളും പ്രവൃത്തികളും മാറുമെന്ന് കൊഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി CBTയും പറയുന്നുണ്ട്. അപ്പോൾ വചനം പറയുന്നു, മനസ്സിൻ്റെ നവീകരണം വഴി നിങ്ങൾ രൂപാന്തരപ്പെടുവിൻ എന്ന്. ഇനി ഈ മനസ്സിൻ്റെ നവീകരണം വഴി നമ്മെ രൂപാന്തരപ്പെടുത്തുവാൻ നമ്മളെ സഹായിക്കുന്നത് വചനമാണ്. അതായത് നമുക്കറിയാലോ, ഈ വചനത്തിൽ പ്രത്യേകിച്ച് സുഭാഷിതങ്ങൾ, പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ, ഇതിലൊക്കെ പ്രായോഗികമായ ഒരുപാട് സന്ദേശങ്ങൾ നൽകുന്നുണ്ട്. ഇപ്പം നമുക്ക് എങ്ങനെ നാളെ സുഹൃത്ത് ബന്ധങ്ങൾ സ്ഥാപിച്ചെടുക്കാം, നമ്മുടെ ബന്ധങ്ങൾ എങ്ങനെ കീപ്പപ്പ് ചെയ്യാം, സമൂഹത്തിന് മുൻപിൽ എങ്ങനെയാണ് പെരുമാറേണ്ടത്, അങ്ങനെ ധാരാളം പ്രായോഗികമായ നിർദ്ദേശങ്ങളൊക്കെ ഈ വചനഭാഗങ്ങൾ നമ്മൾക്ക് നൽകുന്നുണ്ട്. അങ്ങനെയെങ്കിൽ സ്നേഹമുള്ളവരെ, ഈ പുസ്തകങ്ങളിലെ ഈ വചനങ്ങൾ വായിച്ചു കഴിയുമ്പം മനസ്സിൽ പതുക്കെ നവീകരണം വരും. ആ മനസ്സിൽ നവീകരണം വന്നു കഴിയുമ്പം ചിന്തയിൽ മാറ്റം വരും. ചിന്തയിൽ മാറ്റം വന്നു കഴിയുമ്പം ജീവിതത്തിൽ വലിയ മാറ്റമാണ്. കാരണം എന്താ? കാഴ്ചപ്പാടുകൾ മാറി, പിന്നെ വലിയ വ്യത്യാസമാണ് ജീവിതത്തിലേക്ക് വരുന്നത്. അതാണ് പറയുന്നത്, മനസ്സിൻ്റെ നവീകരണം വചനം വായിച്ചു കഴിയുമ്പോൾ ഉണ്ടാകുന്നു. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഈ 2-ാമത്തെ തലം മാനസികമായ മനസ്സിൻ്റെ നവീകരണത്തിന് വേണ്ടി നമ്മൾക്ക് യത്നിക്കാം. 3-ാമത്തെ തലം എന്ന് പറയുന്നത്, ബന്ധങ്ങളിൽ വിള്ളലുകളുണ്ടായാൽ എങ്ങനെ അതിനെ അതിജീവിക്കാം. വചനം പറയുന്ന കാര്യം ഇതാണ്. റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 12-ാം അധ്യായത്തിൽ 17-18 വചനങ്ങൾ, തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യരുത്, പ്രതികാരം നിങ്ങൾ തന്നെ ചെയ്യാതെ ദൈവത്തിൻ്റെ ക്രോധത്തിന് വിടുക എന്നുള്ളത്. സ്നേഹമുള്ളവരെ, ഇത് വലിയ ഒരു സവിശേഷമായ ഒരു കാര്യമാണ്. ബന്ധങ്ങളിൽ വിള്ളലുകൾ ഉണ്ടാകുന്ന എപ്പോഴാണ്? അവൻ ചെയ്യുന്നു, അവൾ ചെയ്യുന്നു, അതേ രീതിയിൽ അതേ നാണയത്തിൽ പ്രത്യുത്തരം നടത്തുമ്പോൾ അവിടെ വിള്ളലുകൾ ഉണ്ടാകുന്നു. ഈ ലോകത്ത് ഇതല്ലേ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വചനം പറയുന്നത്, നമ്മൾ ദൈവത്തിന് വിട്ടുകൊടുക്കുക, ദൈവം പ്രവർത്തിക്കും. എന്നാൽ
പ്രാവുകളെ പോലെ നിഷ്കളങ്കരും സർപ്പങ്ങളെ പോലെ വിവേകികളുമായിരിക്കുവാനുള്ള ഒരാഹ്വാനവും വചനം നമുക്ക് നൽകുന്നുണ്ട്. നാലാമത്തെ തലം, വചനം വായിക്കുമ്പോൾ നമ്മളെ തന്നെ തിരിച്ചറിയാനും അതോടൊപ്പം വലിയ ഒരു മനഃശക്തിയും തുറക്കുകയാണ് ചെയ്യുന്നത്. ചില വ്യക്തികൾ പറയും, എനിക്കൊന്നും പറ്റില്ല, എന്നെ കൊണ്ടൊന്നിനും കൊള്ളത്തില്ല, ഇനി എനിക്ക് പഴയതുപോലൊരു ജീവിതം നയിക്കുവാനായിട്ട് സാധ്യമല്ല. വലിയ തകർച്ചയിലൂടെ നിരാശാജനകമായ ചില കാര്യങ്ങളാണ് അവർ പങ്കുവയ്ക്കുന്നത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, വചനം പറയുന്ന ചില കാര്യങ്ങൾ ഓർത്തേ, എന്നെ ശക്തനാക്കുന്നതിലൂടെ എനിക്ക് എല്ലാം ചെയ്യുവാൻ സാധിക്കും. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ 4-ാം അധ്യായത്തിലെ 13-ാമത്തെ വചനം നിങ്ങൾക്കറിയാം. പല വ്യക്തികളും എന്നോട് പങ്കുവച്ചിട്ടുണ്ട്, അച്ചോ ഈ വചനം ചൊല്ലി പ്രാർത്ഥിച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പം വലിയ മാറ്റം എൻ്റെ ബിസിനസ്സിൽ, എൻ്റെ പഠിപ്പിൻ്റെ മേഖലയിൽ, എൻ്റെ ജോലി മേഖലയിൽ സംഭവിച്ചിട്ടുണ്ടെന്ന്. പ്രിയപ്പെട്ടവരെ, നമുക്ക് സാധ്യമല്ല എന്ന് വിചാരിക്കുമ്പോൾ നമ്മൾ ഒറ്റയ്ക്കല്ല, എന്നെ ശക്തനാക്കുന്ന ഒരുവൻ എൻ്റെ കൂടെയുണ്ട് എന്ന ബോധ്യമുണ്ടെങ്കിൽ ഇതാ ജീവിതം മാറുകയാണ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ സെഫാനിയയുടെ പുസ്തകത്തിലെ 3-ാമത്തെ അധ്യായത്തിലെ 17-ാമത്തെ വചനം പറയുന്ന ഒരു കാര്യമുണ്ട്. നിന്റെ ദൈവമായ കർത്താവ്, വിജയം നൽകുന്ന യോദ്ധാവ് നിന്റെ മധ്യേ ഉണ്ട് എന്ന്. പ്രിയപ്പെട്ടവരെ, എന്നെ കേൾക്കും നിങ്ങളാരും തകർച്ചയുടെ വക്കിലൂടെ കടന്നു പോവുകയാണെങ്കിൽ സെഫാനിയ 3:17-18 വായിക്കണം. കാരണം എന്താ? ദൈവമായ കർത്താവ് നിന്റെ മധ്യയുണ്ട്, വിജയം നൽകുന്ന കർത്താവ് നമ്മുടെ മധ്യയുണ്ട്. അതെ, വിജയം അത് സുനിശ്ചിതമാണ്, അത് അകലെയല്ല. ശ്രമിക്ക്, ദൈവം നിന്റെ കൂടെയുണ്ട്. ഈ ഒരു ശക്തിയാണ് വചനം നൽകുന്നത്. 5-ാമത്തെ കാര്യം, വചനം സഹനങ്ങളിൽ ആശ്വാസം നൽകുന്നു. സഹനങ്ങളിൽ എനിക്കറിയാം, ചില കർഷകർ എന്നോട് പങ്കുവയ്ക്കാറുണ്ട്, അച്ചോ ഈ ചില സമയത്ത് റബ്ബറിനോ കാപ്പിക്കുരുവിനോ തേയിലയ്ക്കൊക്കെ നല്ല വിലയുണ്ടാവും, ചിലപ്പം വിലയുണ്ടാവില്ല, എല്ലാം ഇങ്ങനെ കേടുവന്ന് നശിച്ചു പോകുന്ന അവസ്ഥയുണ്ടാവും. അപ്പോഴൊക്കെ എല്ലാം ഇംബാലൻസ് ആവും. കാരണം എന്താ? താളം തെറ്റി. മക്കളുടെ പഠനം, ലോണ്, അങ്ങനെ മറ്റു പല കാര്യങ്ങളും. അപ്പോഴൊക്കെ അവർ പറയാറുണ്ട്, രാത്രിയുടെ യാമങ്ങളിൽ ഉറക്കം വരാത്ത നിമിഷങ്ങളാണ്. കാരണം എന്താ? നാളെയെക്കുറിച്ച് ചിന്തിക്കുമ്പം പ്രതീക്ഷയുണ്ടായിരുന്നു, ഇനി പ്രതീക്ഷ നൽകുന്ന കൃഷിയിടങ്ങൾ ഫലം പുറപ്പെടുവിക്കുന്നില്ല. അപ്പോൾ എന്തു ചെയ്യണം? നമുക്കൊക്കെ ആശ്വസിപ്പിക്കാനായിട്ടൊരു പരിധിയുണ്ട്. വചനങ്ങളിലൂടെ കടന്നു പോകുമ്പം ഭയങ്കര ശക്തിയാണ്. ഞാൻ പറഞ്ഞില്ലേ, നിൻ്റെ യോദ്ധാവായ ദൈവം നിന്നോട് കൂടെയുണ്ട്, നിൻ്റെ സഹനങ്ങളിൽ കൂടെയുണ്ട്. അതെ, ഈ വചനങ്ങളൊക്കെ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുക. പ്രിയപ്പെട്ടവരെ, ഇത് കർഷകൻ്റെ ജീവിതത്തിൽ മാത്രമല്ല, ജോലി നഷ്ടപ്പെട്ട വ്യക്തികളുണ്ട്, ഇനി ജോലി തേടി നടക്കുന്ന വ്യക്തികളുണ്ട്. വലിയ വധിയിലൂടെ, ഇനി വലിയ സഹനങ്ങളിലൂടെ, നൊമ്പരങ്ങളിലൂടെ, വിവാഹബന്ധമൊക്കെ വേർപെടുത്തിയവരുണ്ട്, അല്ലെങ്കിൽ വേർപെടുത്തിയിട്ടില്ലെങ്കിൽ പോലും വലിയ ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്ന വ്യക്തികളുണ്ട്, തകർച്ചയിലൂടെ കടന്നു പോകുന്ന വ്യക്തികളുണ്ട്. പ്രിയപ്പെട്ടവരെ, വചനം വായിക്കുമ്പം നമുക്ക് ശക്തിയാണ് ലഭിക്കുന്നത്. ആയതിനാൽ ദൈവത്തിൻ്റെ വചനം വായിക്കാൻ, ധ്യാനിക്കാൻ, ശ്രവണ മനന നിത്യാസന, ശ്രവിക്കണം, ധ്യാനിക്കണം, പ്രായോഗിക ജീവിതത്തിലേക്ക് അത് കൊണ്ടുവരണം. അതോടൊപ്പം തന്നെ വചനം ലോകമെമ്പാടും എത്തിക്കുവാനായിട്ട് നമുക്ക് ശ്രമിക്കാം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രിയപ്പെട്ടവർക്ക്, നമ്മുടെ കുടുംബത്തിലുള്ളവർക്ക്, അല്ലെങ്കിൽ യേശുവിനെ അറിയാത്ത ഒരു വ്യക്തിക്ക് ഒരു ബൈബിൾ സമ്മാനമായിട്ട് കൊടുക്കുമ്പോൾ ചിലപ്പോൾ അവൻ്റെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരു വചനം അവനെ മാറ്റിമറിക്കും, അവൻ്റെ വലിയ ശക്തി കൊടുക്കും. അതെ, നമുക്കും ഈ സുവിശേഷ പ്രഘോഷണത്തിൽ പങ്കുചേരാം. അനേക ആയിരങ്ങൾ, ലക്ഷങ്ങൾ ദൈവത്തെങ്കിലേക്ക്, യേശുവിലേക്ക് വരട്ടെ. സന്തോഷമാണ് വേണ്ടത്, സമാധാനമാണ് വേണ്ടത്. അങ്ങനെ നല്ലൊരു സംവിധാനത്തിന് വേണ്ടി, നല്ലൊരു ദിനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.